السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ദുറൂസുൽ അഖായിദയാണ്. നമ്മൾ ഈ ദുറൂസുൽ അഖായിദയുടെ ഒരു ക്ലാസ് നമ്മൾ മുമ്പ് എടുത്തതാണ്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ നിലവിൽ നമ്മൾ ഇതിലെ ടിക്ക് ഇടാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ചേരുംപടി ചേർക്കുക എന്നതാണ് രണ്ടാമത്തത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചേരുംപടി ചേർക്കുന്നതിൽ ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു തആല മിയാസീസുകളിലൂടെ നശിപ്പിക്കും. ആരെയാണ് മിയാസീസുകളിലൂടെ നശിപ്പിക്കുക? ഉത്തരം അറിയാവുന്നവർക്ക് പറയാട്ടോ. ഇൻഷാ അല്ലാഹ്. ആരെയാണ് മിയാസീസുകളിലൂടെ അല്ലാഹു തആല നശിപ്പിക്കും? ഉത്തരം അറിയോ? റുബീന? ഓക്കെ. നമ്മൾ ഈ പാഠം നമ്മൾ പറഞ്ഞത് എവിടെയാണ്? നമുക്ക് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള പാഠത്തിലൊക്കെ ആയിട്ടാണ്. ദുറൂസുൽ അഖായിദയുടെ അവസാനത്തിന്റെ നേരെ തൊട്ട് മുമ്പുള്ള പാഠങ്ങളിലായിട്ടാണ് ഈ വിഷയം പറഞ്ഞത്. അതായത് യഅ്ജൂജ് മഅ്ജൂജ് ഇറങ്ങുന്ന സമയത്ത് ആ യഅ്ജൂജ് മഅ്ജൂജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഇറക്കുന്ന പക്ഷികളുടെ പേരാണ് എന്ത്? മിയാസീസുകൾ. അപ്പോ ഈ ഒരു ചേരുമടിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? മിയാസീസ് പക്ഷികളിലൂടെയാണ് അല്ലാഹു തആല എന്ത് ചെയ്യുക? യഅ്ജൂജ് മഅ്ജൂജിനെ നശിപ്പിക്കുക. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ എന്ത് ചെയ്യും? സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിയാസീസ്. പിന്നെ അപ്പോ ഇതേപോലെ തന്നെ അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊന്നാണ് ദജ്ജാലിനെ എവിടെ വെച്ചാണ് കൊല്ലുക എന്ന്. ബാബുൽ ലുദ്ദിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ ദജ്ജാലിനെ കൊല്ലും. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇത് മൊത്തം ചേരുംപടി മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. രണ്ടാമത്തത്, അപ്പോ ഒന്നാമത്തതിന് ഉത്തരം ഏതാണ്? ഡി ആണല്ലേ? ഓക്കെ, ഡി. ഒന്നാമത്തതിന്റെ ഉത്തരം ഡി ആണ്. ഓക്കെ. എന്റെ പേര് റെഡി ആയില്ലല്ലോ. ഒന്നാമത്തതിന് ഉത്തരം ഡി. രണ്ടാമത്തത്, അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം ഏതാണ്? അതെ 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 അതെ, അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം ദാബത്തുൽ അർദ് അല്ലേ? ദാബത്തുൽ അർദാണ്. അന്ത്യനാളിൽ പുറപ്പെടുന്ന മൃഗം ഏത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം, ദാബത്തുൽ അർദ് എന്നുള്ളത്. ഇനി നമുക്ക് വേറെന്ത് ചെയ്യാൻ കഴിയും ദാബത്തുൽ അർദിനെ കുറിച്ച്? അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് എന്ത്? ദാബത്തുൽ അർദ് പുറപ്പെടുക എന്നുള്ളത്. വേറെ എങ്ങനെയാണ്? ദാബത്തുൽ അർദ് ആരുടെ കാലഘട്ടത്തിലാ പുറപ്പെടുക? ഓക്കെ ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ ദാബത്തുൽ അർദ് എ ആണ് അല്ലേ? രണ്ടാമത്തതിന്റെ ഉത്തരം എ. ഓക്കെ. ഇനി മൂന്നാമത്തത് എന്താണ്? ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. ആരാണ് ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്ന ആള്? ആരാണ്? ദജ്ജാൽ അല്ലേ? ഓക്കെ. ഭൂമിയിൽ അപ്പൊ നമ്മൾ ദജ്ജാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ദജ്ജാലിനെ കുറിച്ച് ദജ്ജാലിന്റെ ഒരു തരീഫ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദജ്ജാല് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള, തടിച്ച് ഉണ്ടക്കണ്ണനും ഒറ്റക്കണ്ണനും മുടി ജട കുത്തിയവനൊക്കെ ആണ് എന്നൊക്കെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലേ? അപ്പോ ദജ്ജാലിന്റെ സിഫത്തുകളാണ് അവിടെ പറഞ്ഞത്.
പിന്നെ ഒരു യുവാവിന്റെ പ്രായമാണ് അവനക്ക് ഉണ്ടാവുക ദജ്ജാലിന്. അപ്പൊ അവൻ ഭൂമിയിൽ ആകെ എത്ര ദിവസമേ ജീവിക്കുള്ളൂ? 40 ദിവസമാണ് ഭൂമിയിൽ ദജ്ജാല് ജീവിക്കുക ഇൻഷാ അള്ളാ. അപ്പോ ഈ ആണല്ലോ ഉത്തരം. ഓക്കെ. 4-മത്തെ ചോദ്യം എന്താണ്? ഭൂമിയിൽ നീതി നിറയ്ക്കും. ആരാണ് ഭൂമിയിൽ നീതി നിറക്കുക? ആരാണ്? അറിയോ? ഭൂമിയിൽ നീതി നിറയ്ക്കും. ഉത്തരം അറിയുമോ? യെസ്. ഭൂമിയിൽ ആരാണ് നീതി നിറയ്ക്കുക? യെസ്, ഈസാ നബി അല്ലേ? ഈസാ നബി ആണോ? അല്ലല്ലോ, തെറ്റി. ആരാണ് ഭൂമിയിൽ നീതി നിറയ്ക്കുക? ഓക്കെ ഓക്കെ, ഇമാം മഹദി അല്ലേ? റെഡി. അപ്പൊ ഭൂമിയിൽ നീതി നിറയ്ക്കുമാര്? ഇമാം മഹദി. ബി അല്ലേ? ഓക്കെ. പിന്നെ 5-മത്തെ ചോദ്യം എന്താണ്? ഹുജ്റത്ത് ഷരീഫയിൽ മറമാടും ആരെ? ഇപ്പൊ ലാസ്റ്റ് ഒന്നേ ഉള്ളൂ, ഈസാ നബി അല്ലേ? ഓക്കെ, കറക്റ്റ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ചേരുംപടി മൊത്തം നമുക്ക് ചോദിച്ചിട്ടുള്ളത് ദുറൂസിലെ ഒരു പാഠത്തിൽ നിന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഏതാണ് ആ ദുറൂസിലെ പാഠം? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ദുറൂസിലെ ഇത് പ്രതിപാദിക്കുന്ന പാഠം ഓർമ്മയുണ്ടോ? യെസ്, അന്ത്യനാളിന്റെ അടയാളങ്ങളൊക്കെ പറയുന്ന പാഠം അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, ഈ ചേരുംപടിയുടെ ABC കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ത്യനാളിന്റെ അടയാളങ്ങൾ കൂടിയാണ്, വലിയ അടയാളങ്ങളാണ്. എന്താണ്? ഒന്ന്, ദാബത്തുൽ അർള് പുറപ്പെടുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇമാം മഹദി വരിക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഈസാ നബി അലൈഹിസ്സലാം വരിക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ്. യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ്. ദജ്ജാല് പുറപ്പെടുക എന്നുള്ളതും അന്ത്യനാളിന്റെ അടയാളമാണ്. അപ്പൊ ഒരൊറ്റ ചേരുംപടിയിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പഠിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? യെസ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, യഅ്ജൂജ് മഅ്ജൂജിനെ നശിപ്പിക്കുന്ന ജീവിയുടെ പേര് പഠിക്കണം. രണ്ടാമത്തത്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എവിടെയാണ് മറമാടുക എന്നുള്ളത് പഠിക്കണം. മൂന്നാമത്തത്, ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ പൂർണ്ണനാമം പറഞ്ഞില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന്. അപ്പോ ഇവിടുന്ന് നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാൻ പറ്റും, ഇമാം മഹദിയുടെ ഉപ്പയുടെ പേരെന്താണെന്ന്. അപ്പൊ ഇമാം മഹദിന്റെ ഉപ്പാന്റെ പേരെന്താണ്? ഇവിടെ നമ്മള് പേരെന്നെ പറഞ്ഞ എങ്ങനെ? മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാണല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഉപ്പാന്റെ പേര്? അബ്ദുള്ള എന്നാണ് ഉപ്പാന്റെ പേര്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഇമാം മഹദിയെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം essay ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇമാം മഹദി. അപ്പോൾ നമുക്ക് essay ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി. ഭൂമിയിൽ നീതി നിറക്കുന്ന ഒരു ഖലീഫയാണ്. അക്രമവും അനീതിയും അധികരിക്കുമ്പോഴാണ് ഇമാം മഹദി പുറപ്പെടുക. ഇമാം മഹദി ഏകദേശം 7 വർഷക്കാലം ഭൂമിയിൽ എന്ത് ചെയ്യും? ഇമാം മഹദി ഭരണം നടത്തും. അതിനുശേഷം ദജ്ജാല് പുറപ്പെടും. അതിനുശേഷം മഹാനവറുകൾ ഈസാ നബി അലൈഹി സ്വലാം വരവോടുകൂടി മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു വഫാത്താകും. പിന്നെ ഇമാം മഹദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ചാണ് ഇവിടെ ഭരണം നടത്തുക അല്ലേ? കറക്റ്റ്, എവിടെയാണ്? അതുപോലെ തന്നെ ഇവിടെ വേറൊരു essay ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളതാണ്, ദജ്ജാലിനെ കുറിച്ച് ചോദിക്കാം. ദജ്ജാലിനെ കുറിച്ച്. അപ്പൊ ദജ്ജാലിനെ കുറിച്ച് എഴുതണം. എന്ത് ചെയ്യണം? ഭൂമിയിൽ അക്രമവും അനീതിയും നിറയ്ക്കാനാണ് ദജ്ജാല് വരിക. ദജ്ജാല് വന്നുകൊണ്ട് മുഅ്മിനീങ്ങൾക്കൊക്കെ ഓനെന്ത് ചെയ്യും? ഭൂമിയുടെ അടിയിൽ നിന്ന് പല സാധനങ്ങളും, പല വിലമതിക്കാവുന്നതിലപ്പുറമുള്ള സാധനങ്ങൾ അവൻ ഭൂമിന്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ട് മുഅ്മിനീങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതാണ് സ്വർഗം, സ്വർഗം എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതിൽ വഞ്ചിതരായി പോയവരൊക്കെ നരകത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം പഠിച്ചല്ലേ? അതേപോലെ തന്നെ ദജ്ജാലിന്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. എന്ത്? തടിമാടനും, പിന്നെ ഒറ്റക്കണ്ണനും, മുടി ജട കുത്തിയവന്,
അങ്ങനെ ദജ്ജാലിന്റെ കുറെ സിഫത്തുകൾ. പിന്നെ യുവാവായിരിക്കും ആള്, ഒറ്റക്കണ്ണനാണ്. അപ്പൊ ദജ്ജാലിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു നോട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് നോട്ട് നൽകുമ്പോൾ അതിലുണ്ടാവും നിനക്ക്. പിന്നെ അതേപോലെ തന്നെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ പുറപ്പെടുന്ന ഒരു മൃഗമാണ്. ഇതും എസ്എസിന് ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അതായത് അന്ത്യനാളിൽ പുറപ്പെടുന്ന ഒരു മൃഗമാണ് ദാബത്തുൽ അർള്. അത് ഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് ഇയാള് മുഅ്മിനാണ്, ഇയാള് കാഫിറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു മൃഗമാണ് ദാബത്തുൽ അർള്. അങ്ങനെ ആ മൃഗത്തിനെ പറയാം. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറയാം. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇറക്കുകയാണെങ്കിൽ, അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യണം? ഡമസ്കസിലെ ഒരു വെള്ളക്കൊട്ടാരത്തിന്റെ മുകളിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങുക. കേക്ക് പടിഞ്ഞാറുള്ള ഒരു വെള്ളക്കൊട്ടാരത്തിന്റെ മുകളിലാണ് ഈസാ നബി ഇറങ്ങുക. അതേപോലെ തന്നെ ഈസാ നബി ഇവിടെ 40 വർഷം ഭരണം നടത്തും. സമ്പൂർണമായി നീതി നടപ്പാക്കിക്കൊണ്ടുള്ള ഭരണമായിരിക്കും ഈസാ നബിക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ 40 വർഷമാണ് ഭരണം നടത്തുക. ശേഷം എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്ത് ഷരീഫയിൽ എന്ത് ചെയ്യും? മറമാടും. ഈ ഹുജറത്ത് ഷരീഫ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടോ? ഹുജറത്ത് ഷരീഫ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കിയിട്ടുള്ള ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹുജറത്ത് ഷരീഫ എന്ന് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോ ഈ ഒരു ചേരുംപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുറൂസുൽ അഖായിദയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു പാഠത്തിൽ നിന്ന് മാത്രമാണ് ഈ ചേരുംപടി വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആരും അത് എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. അപ്പൊ ഇതിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്? മൂന്നാമത്തെ സെഷനാണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? മനുഷ്യർ തിന്മ തെരഞ്ഞെടുത്താൽ ഡാഷ് ലഭിക്കും. എന്താണ്? മനുഷ്യർ തിന്മ തെരഞ്ഞെടുത്താൽ എന്താണ് ലഭിക്കുക? എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. അതല്ലേ? നന്മ തെരഞ്ഞെടുത്താൽ നന്മ ലഭിക്കും, കൂലി ലഭിക്കും. തിന്മ തെരഞ്ഞെടുത്താൽ ശിക്ഷ ലഭിക്കും. ഓക്കെ. അതേപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കൽ ഡാഷിനുള്ള ഇബാദത്താണ്. ആർക്കുള്ള ഇബാദത്താണ്? യെസ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ് അല്ലെ? ഇതേപോലെ തന്നെ അള്ളാഹു താല ഈ ഒരു പാഠത്തിൽ നമ്മോട് പരാമർശിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടല്ലോ. എന്ത്? ഉസ്താദുമാരെ അനുസരിക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ്. ആലിമീങ്ങളെ അനുസരിക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്ത്. ഇതൊക്കെ അടുത്ത പ്രാവശ്യം ചോദിച്ചതായിട്ട് വരാം. അതുപോലെ തന്നെ അള്ളാഹു താല ആദരിച്ച ആളുകൾ എന്ന് പറഞ്ഞ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, പിന്നെ ശുഹദാക്കൾ എന്ന് നമ്മൾ 4 വിഭാഗങ്ങളെ പഠിച്ചില്ലേ? അതേപോലെ തന്നെ അള്ളാഹു താല ആദരിച്ച വസ്തുക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? അള്ളാഹു താല ആദരിച്ച പള്ളികൾ, ഖുർആന്, അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ, ഇങ്ങനെ അള്ളാഹു താല ആദരിച്ച കാര്യങ്ങളെ പഠിച്ചു. ഇതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേട്ടോ. യെസ്. മൂന്നാമത്തത് എന്താണ്? ബഹുദൈവാരാധകർ അള്ളാഹു താലാക്ക് ഡാഷ് നിശ്ചയിച്ചു. എന്താണ് അള്ളാഹു താലാക്ക് എന്താണ് നിശ്ചയിച്ചത്? അള്ളാഹു താലാക്ക് പങ്കുകാരനെ നിശ്ചയിച്ചു. അല്ലെങ്കിൽ അള്ളാഹു താലാക്ക് എന്ത് ചെയ്തു? ഒരു അപരനെ നിശ്ചയിച്ചു. മറ്റൊരാളെ ഇലാഹാക്കി അവര്. ആ കാര്യത്തിനാണല്ലേ പറയാ? ഓക്കെ. നാലാമത്തത് എന്താണ്? അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. ആരാണ്? അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ആരാണ് ഭൂമിയിൽ ഉണ്ടാവുക? ആരാണ്? പറയൂ. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. ആരാണ് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടാവുക? തിന്മ ചെയ്തവര് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ അല്ലേ? റെഡിയാണ് കേട്ടോ. അതങ്ങനെയാണോ നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞത്?
ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, അള്ളാഹു താല ഒരു ജനതയെ ഡാഷ് അവരെ പരീക്ഷിക്കും. അള്ളാഹു താല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? അള്ളാഹു താല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. യെസ്. ഈ ഒരു ചേരുംപടിക്കുള്ളൊരു ഈ വിട്ട ഭാഗം പൂർത്തിയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പാഠഭാഗവും കൃത്യമായിട്ട് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പാഠഭാഗവും 1, 2, 3, 4 നമുക്ക് കഴിയാവുന്ന അത്ര നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? പിന്നെ 6ാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹു തആല നിന്ദിച്ചതിനെ ഡാഷ് കുറ്റകരമാണ്. അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ്, അല്ലേ? റെഡി. അപ്പൊ നമ്മളിപ്പോ ഈ 2 ഭാഗം ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് ദുറൂസുൽ അഖായിദയുടെ മർമ്മപ്രധാനമായ ചാപ്റ്ററുകളിലൂടെയാണ് ഈ 2 ഭാഗവും കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ചില ചാപ്റ്ററുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു റിവ്യൂ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമ്മളിപ്പോ ഈ ഒരു വിട്ട ഭാഗം പൂർത്തിയാക്കുന്നതിൽ നിന്ന് നമുക്ക് കൂടുതലായി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും, എല്ലാ ഖൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വിശ്വസിക്കണം, അല്ലേ? അതന്നെ. അപ്പോ കാരണം ഖദർ ഖളാഇൽ വിശ്വസിക്കൽ എന്തിന്റെ ഭാഗമാണ്? ഈമാനിന്റെ ഭാഗമാണല്ലേ? ഈമാനിൽ പെട്ടതാണ് ഖദർ ഖളാഇൽ വിശ്വസിക്കൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കുറെ ചോദ്യങ്ങളില്ലേ? അതായത് നന്മ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? കൂലി ലഭിക്കും. തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നന്മയും തിന്മയും, നന്മ അള്ളാഹുവിന്റെ എന്തനുസരിച്ചാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ തൃപ്തിയും ഖദറും അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. തിന്മ എങ്ങനെയാ ഉണ്ടാകുന്നത്? അങ്ങനെ ആ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളെയും ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യേണ്ടതുണ്ട് ട്ടോ. ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് എന്താണ്? ദജ്ജാലിനെ കൊല്ലപ്പെടുന്ന സ്ഥലം. ദജ്ജാല് കൊല്ലപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ദജ്ജാൽ എവിടെ വെച്ചിട്ടാണ് കൊല്ലുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ദജ്ജാൽ എവിടെ വെച്ചിട്ടാ കൊല്ലപ്പെടുക? യെസ്. ബാബുൽ ലുദ്ദിൽ വെച്ചിട്ടാണ് അല്ലേ ദജ്ജാലിനെ കൊല്ലപ്പെടുക. യെസ്. അപ്പൊ നമ്മൾ ദജ്ജാലിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു പഠനം ഉണ്ടാവണം. അതായത് ഒരു 5 വരിയിൽ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ ദജ്ജാലിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ കൃത്യമായിട്ടൊരു നോട്ട് എഴുതി വെക്കണം. എന്താ എഴുതേണ്ടത്? ദജ്ജാല് അന്ത്യനാളിൽ പുറപ്പെടുന്ന, അല്ലെങ്കിൽ ദജ്ജാലിനെ കുറിച്ച് എഴുതുമ്പോൾ തടിമാടനും പിന്നെ മുടി ജട കുത്തിയവനും ഒറ്റക്കണ്ണനുമായ ഒരു യുവാവാണ് ദജ്ജാല്. ഭൂമിയിൽ 40 ഫിത്ന ഫസാദുകൾ, അതായത് ഭൂമിയിൽ അവൻ അക്രമവും അനീതിയും അഴിച്ചുവിടും. 40 ദിവസമാണ് അവൻ ഭൂമിയിൽ ജീവിക്കുക. 40 ദിവസത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരികയും ദജ്ജാലിനെ ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവനെ കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു 5 വരി നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ദജ്ജാലിനെ കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് നമ്മൾ എപ്പോഴും ബൈഹാർട്ടായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? 2ാമത്തെ ചോദ്യം.
അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം. ആരാണ് പറയാ? അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം. മുബീന അറിയോ? യമൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യമനാണ് അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏത്? ഏതാണ് സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം? ആർക്കെങ്കിലും അറിയോ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം? യെസ്, പാരത്രിക ലോകം അല്ലേ? പാരത്രിക ലോകത്താണ് സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്താണ്? കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ ഒരു മഹാൻ ആരാണ്? മുബീനക്ക് അറിയോ ഏലസ് എഴുതി കെട്ടിയ മഹാൻ? അതാ കുടുങ്ങിയ എന്തേ പഠിച്ചില്ല? ഓർമ്മയില്ലേ? ഏലസ് എഴുതി കെട്ടിയ മഹാൻ ഓർമ്മയില്ലേ? പെട്ടെന്ന് ഓർമ്മ ഇല്ലാതാവുക. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാണ്. ഓർത്ത് നോക്കിയാൽ കിട്ടൂലേ? പുസ്തകം നോക്കരുത്, ഓർത്തെടുക്കണം. യെസ്, കിട്ടൂല? കിട്ടോ? സമയം വെറുതെ കളയണ്ടല്ലോ.